ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇഡ്ഡലി കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് കേട്ടാ. അത് വെച്ച് നമ്മളെല്ലാവരും കുറച്ച് മുമ്പ് വരെ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോണേ. മിക്കവർക്കും അറിയണതാണ്. ഇപ്പം ചിലരൊക്കെ അത് മറന്നുണ്ടാവും. അതന്നെ കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. 5-6 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി ഇന്നലെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ ഒന്ന് ആവി കയറ്റി ചൂടൊക്കെ ഒന്ന് പോയി ഉണ്ടാവണം കേട്ടോ. നല്ല ഫ്രഷായ ഇഡ്ഡലി ആണെങ്കിലും ചൂട് പോയി ഉണ്ടാവണം. നല്ല സോഫ്റ്റായി ഇരിക്കും വേണം ഇഡ്ഡലി. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇടാം. എല്ലാം നല്ല ഫൈനായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കത്തിയിൽ മുറിക്കുക, മിക്സിയിൽ അടിച്ചെടുക്കുക അങ്ങനെയൊന്നും പാടില്ല. കയ്യിൽ തന്നെ ചെയ്യണം കേട്ടോ. ഇതിലേക്ക് 3 ടീസ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഇഡ്ഡലിയിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ കടലമാവിനും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിനും മാത്രമുള്ള ഉപ്പേ വേണ്ടൂ. അതനുസരിച്ച് ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂണിലും കുറവ് ബേക്കിംഗ് സോഡ ചേർക്കാം. ചെറിയ ഒരു സവാളയിലും പകുതിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടാൻ പാടില്ല, കുറച്ചിടാനേ പാടുള്ളൂ. ഒരു പച്ചമുളക്. ഇതൊക്കെ ഒന്ന് നമുക്ക് കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം അമർത്തി മിക്സ് ചെയ്യണേ. അതുപോലെ കടലമാവ് എടുക്കുമ്പോഴും കുറവേ എടുക്കാൻ പാടുള്ളൂ. ഞാൻ 5 ഇഡ്ഡലിയാണ് എടുത്തത്, അതിനാണ് ഈ 3 ടീസ്പൂൺ കടലമാവ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇഡ്ഡലി എടുക്കണ അനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയോ ഒക്കെ പാടുള്ളൂ. കടലമാവ് കൂടാൻ പാടില്ല. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി കുറേശ്ശെ വെള്ളം തളിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഫസ്റ്റ് ചേർക്കരുത്. കുഴച്ച് നമുക്ക് റെഡിയാക്കി എടുക്കുക വേണ്ട. വെള്ളം തളിച്ച് കൊടുത്ത് ഈ ഒരു പാകത്തിനാട്ടാ കുഴച്ചേക്കണേ. കയ്യിൽ ഒട്ടാൻ പാകത്തിന് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർക്കാം. കരിവേപ്പില ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുരുമുളക്, ജീരകമൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കാം കേട്ടോ. അതുപോലെ മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയിലയൊക്കെ ചേർക്കാം. ഞാൻ അതൊന്നും ചേർക്കണില്ല. കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ ലാസ്റ്റ് എല്ലാ മാവൊക്കെ റെഡി ആയതിൻ്റെ ശേഷം ലാസ്റ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മാവ് റെഡിയായി. നമുക്ക് എണ്ണ ചൂടാവാൻ അടുപ്പത്തേക്കാം. എണ്ണ ചൂടാവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കൈ ഒന്ന് വെള്ളത്തിൽ നമുക്ക് നനയ്ക്കാം. നനച്ച് നല്ലോണം കുടഞ്ഞോളൂ കേട്ടോ. ഇനി കുറച്ച് മാവ് ഇതിന്ന് എടുക്കുക. വെള്ളമൊന്ന് നനച്ചിട്ട് നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്ന് റെഡിയാക്കി ഇട്ട് കൊടുക്കാം. എണ്ണ ഒരുപാട് ചൂടാവണ്ട കേട്ടോ. ഒന്ന് ചൂടായി എന്നറിയുമ്പോൾ ഇട്ട് കൊടുത്തോളൂ, എന്നാലേ ഉള്ളു വേവുള്ളൂ. നമുക്ക് ഓരോന്ന് റെഡിയാവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഓരോന്ന് റെഡിയാകുമ്പോൾ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇട്ടത് റെഡി ആയിട്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി വന്ന ഇഡ്ഡലി നമ്മൾ ചിലരൊക്കെ മറന്നുപോയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ബാക്കി ഇഡ്ഡലി വന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ള ഒരു വടയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.